ഇന്റർസെക്ഷനാലിറ്റി എന്ന കൺസെപ്റ്റ് മുൻനിർത്തിയാണ് 29ാമത് ചലച്ചിത്രമേളയുടെ ലോഗോ ഡിസൈൻ ചെയ്തത് എന്ന് ലോഗോ ഡിസൈനർ അശ്വന്ത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും കല എന്ന മാധ്യമത്തിലൂടെ ഒത്തൊരുമിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതായി അദ്ദേഹം ദൂരദർശൻ വാർത്തയോട് പറഞ്ഞു. ഡിസൈൻ ഐഡന്റിറ്റി ചെയ്തേക്കുന്നത് ഇന്റർസെക്ഷനാലിറ്റി ശരിക്കൊരു മനുഷ്യന്റെ ഒരാളുടെ ഒരു സോഷ്യൽ പൊസിഷനിങ് നിർണ്ണയിക്കുന്നത് ജസ്റ്റ് കേവലം ഒരു ഘടകത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതല്ല. അതിനൊത്തിരി ഘടകങ്ങൾ സമ്മിശ്രമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ജെൻഡർ എടുക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ളതിൽ ജസ്റ്റ് ഒരു സ്ത്രീ മാത്രമല്ല, അവർ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ആളുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കാസ്റ്റ്, റീജിയൻ, കൺട്രി, എഡ്യൂക്കേഷൻ, ആളുടെ അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഒരു ബ്ലെൻഡാണ് ശരിക്കും പറഞ്ഞാൽ ഇന്റർസെക്ഷനാലിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രിവിലേജ്ഡ് ആണോ അല്ലെങ്കിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള വിഭാഗമാണോ എന്നുള്ള കാറ്റഗറി വരുന്നത്. അപ്പൊ ഈ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ടേമിനെ വിഷ്വലി എങ്ങനെ ഫെസ്റ്റിവലിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിരുന്നു പ്രോസസ്സ്.